ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സദൃശ ത്രികോണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ: ABC എന്ന ത്രികോണം മറ്റ ത്രികോണമാണ്. അപ്പോൾ 90 ഡിഗ്രി ഉണ്ടാവുമല്ലോ. എന്താ ഇതാണ് 90 ഡിഗ്രി. കോൺ A സമം 90 ഡിഗ്രി. ഇവിടെ കോൺ D തന്നിരിക്കുന്നു 90 ഡിഗ്രി. ഇത് ലംബമാണ്, ഇത് 90 ആണ്. ഈ കോൺ മുഴുവൻ 90 ഡിഗ്രിയാണ്. ഇത് 30 ആണ്, ഇത് 90. ABC മറ്റ ത്രികോണമാണ്. കോൺ A 90 ഡിഗ്രിയാണ്, കോൺ C 30 ഡിഗ്രിയാണ്. ഇത് ലംബമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ആണ്. തെളിയിക്കേണ്ടത് ത്രികോണം DAB സദൃശമാണ് ത്രികോണം DCA, സദൃശമാണ് ത്രികോണം ABC. ഈ മൂന്ന് ത്രികോണങ്ങളും സദൃശമാണ് തെളിയിക്കുക. ഏതൊക്കെ മൂന്നെണ്ണം? DAB, ഇത് DCA, അത് 1, 2. മൂന്നാമത്തേതാണ് ABC, ഈ വലിയ ത്രികോണം. ഇതും ആ ത്രികോണവും പിന്നെ ഇത് മുഴുവൻ അടങ്ങുന്ന ഈ വലിയ ത്രികോണം, മൂന്നും സദൃശ ത്രികോണങ്ങളാണ് തെളിയിക്കുക. സദൃശ ത്രികോണങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? അങ്ങനെ A സാദൃശ്യ സിദ്ധാന്തം എങ്ങനെയായിരുന്നു? ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 കോണുകൾക്ക് തുല്യമാണെങ്കിൽ ഇത് 60, ഇത് 70, 50. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഒരു 60, 70, 50 വശങ്ങളൊക്കെ മാറിക്കോട്ടെ, ഇതേ 3 കോണുകൾ തന്നെയാണ് ഇവിടെയെങ്കിൽ ആ ത്രികോണങ്ങൾ സദൃശമായിരിക്കും. അതാണ് A സാദൃശ്യ സിദ്ധാന്തം. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചു SAS, രണ്ട് സൈഡും ഒരു കോൺ. ഒരു ത്രികോണം, രണ്ട് സൈഡ് ആനുപാതികമാവണം. ഇത് 5 സെന്റിമീറ്റർ. ഇതിന്റെ ഇരട്ടി ഇവിടെ എവിടെ ഒരു 10. ഇത് 4 ആണ്. ഇതിന്റെ ഇരട്ടി 8. ഈ വശങ്ങളുടെ ഇരട്ടികൾ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ 3 മടങ്ങ്, 4 മടങ്ങ്, 1.5 മടങ്ങ്, എത്രയുള്ളൂ. ഇതിന്റെ പ്രത്യേക ഗുണിതങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ഈ വശങ്ങൾ പരസ്പരം ആനുപാതികമാണ്. മാത്രമല്ല ഇവർക്കിടയിലുള്ള കോണുകൾ തുല്യമാകണം. ഇതൊരു 35 ഡിഗ്രി, ഇതും 35 ഡിഗ്രി തന്നെ ആവണം. അങ്ങനെയാണെങ്കിൽ രണ്ടു വശങ്ങൾ പരസ്പരം ആനുപാതികമാവുകയും ആനുപാതികമായ വശങ്ങൾക്കിടയിലുള്ള കോണുകൾ തുല്യമാവുകയും ചെയ്താൽ നമുക്കതിനെ സാദൃശ്യമാണ് സദൃശ ത്രികോണം പറയാം. SAS സിദ്ധാന്തം പ്രകാരം അല്ലെ. പിന്നെ SSS സാദൃശ്യ സിദ്ധാന്തം. ഇത് 3 വശങ്ങളുടെ കാര്യം. വശങ്ങൾ ആനുപാതികമാവണം, കോണുകൾ തുല്യമാണ്. ഇതാണ് സാദൃശ്യം. വശങ്ങൾ ആനുപാതികമായി ഓട്ടോമാറ്റിക്കലി കോണുകൾ തുല്യമാകും. കോണുകൾ തുല്യമായ വശങ്ങൾ ആനുപാതികമാകും. ത്രികോണത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് ആനുപാതികമാണെങ്കിൽ ഇത് 3, ഇത് 4, ഇത് 5. ഇതിനൊക്കെ 3 മടങ്ങ് പറഞ്ഞാൽ 3 കൊണ്ട് വിളിച്ചോക്കാം 9, 3 കൊണ്ട് വിളിച്ചോക്കാം 15, 3 കൊണ്ട് വിളിച്ചോക്കാം 15. ഈ 3 വശങ്ങളെ 3 മടങ്ങുകളാണ്. ഇത് വശങ്ങൾ ആനുപാതികമാണ്. കോണുകൾ നോക്കണ്ട. വശങ്ങൾ ആനുപാതികമാണെങ്കിൽ കോണുകൾ പരസ്പരം തുല്യമായി മാറും. എന്താകും? സദൃശമാകും. അതാണ് സദൃശ്യ സിദ്ധാന്തം. SSS സദൃശ്യ സിദ്ധാന്തം. ഓക്കെ. അപ്പൊ 3 കോണുകൾ 3 കോണുകൾക്ക് തുല്യമാണെങ്കിൽ വശങ്ങൾ ആനുപാതികമാവും, സദൃശമാവും. A സദൃശ്യ സിദ്ധാന്തം. 2 വശവും ആനുപാതികമാവുകയും ആനുപാതികമായ വശങ്ങൾക്കുള്ള കോണുകൾ തുല്യമാണ് എങ്കിൽ അവ സദൃശ ത്രികോണങ്ങളാവും. SAS സിദ്ധാന്ത പ്രകാരം. 3S ആണ്. 3 വശങ്ങൾ 3 വശങ്ങൾക്ക് ആനുപാതികമാണെങ്കിൽ, തുല്യമാണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആനുപാതികമാണെങ്കിൽ അവ സദൃശ്യമാകും, കോണുകൾ ഓട്ടോമാറ്റിക് തുല്യമാകും. ഓക്കെ. ഇത് 3 നമ്മള് സദൃശ സിദ്ധാന്തങ്ങളാണ്. നമ്മളെ ക്വസ്റ്റിലേക്ക് നമുക്ക് ഈ ത്രികോണവും ആ ത്രികോണവും പിന്നെ ABC എന്ന വലിയ ത്രികോണം പരസ്പരം സദൃശമാണ് തെളിയിക്കുക. നമുക്ക് ഇത് രണ്ടാമത് നോക്കാം. ഇത് 2 സദൃശം തന്നെ. ഇവിടെ ഈ കോൺ മുഴുവൻ 90 ഡിഗ്രിയാണ് അല്ലെ. ഈ വര ഒന്ന് മാറ്റി കളഞ്ഞാൽ ഇത് 90 ആണ്, ഇത് 30 ആണ്. ABC എന്ന ത്രികോണത്തിൽ ഒരു കോൺ 90 മറ്റു 30 ഉണ്ടെങ്കിൽ രണ്ടും കൂട്ടിയാൽ 120 ആയി. ഈ കോണത്തിലേക്കും 60 ഡിഗ്രി അല്ലേ. ഇനി ഈ വശം വരച്ചോളൂ നിങ്ങൾ. ഈ ലംബം നിങ്ങൾ വരച്ചോളൂ, കുഴപ്പമില്ല. ഈ ത്രികോണത്തിന്റെ കോണുകൾ ഏതൊക്കെ? അങ്ങോട്ടും 90 ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും 90 ഉണ്ടാവും അല്ലെ. ഈ ത്രികോണത്തിന് ഇവിടെ ഒരു 60 ഉണ്ട്, 90 ഉണ്ട്.
അപ്പൊ ഇതിലെ മൂന്നാമത്തെ കോണത്തിലുണ്ടാവും 60 90 കൂട്ടുക 180. അപ്പൊ ഇത് മാത്രം 30. ഇത് 30 ആകത്തിരിക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിയ 90 അല്ലേ? ഇത് 60 അല്ലേ വേണ്ട. ആ ത്രികോണം നോക്കാം 30ഉം 90ഉം കൂട്ടിയാൽ 120. അങ്ങനെ ആലോചിച്ചാലും അതൊക്കെ ഉണ്ടാവുക 60 ഉണ്ടാവും. ഓക്കെ. ഈ ത്രികോണത്തിന്റെ 3 കോണുകൾ ഏതാണ്? 30 60 90. ആ ത്രികോണത്തിന്റെ 3 കോണുകളും 30 60 90 ആണ്. കോണുകൾ പരസ്പരം തുല്യമാണ്. അതുകൊണ്ട് ഈ ത്രികോണങ്ങൾ എ സാദൃശ്യ സിദ്ധാന്തം പ്രകാരം ഇവരെന്താണ്? സദൃശമാണ്. ഏതൊക്കെ സദൃശ്യമാണ്? ഏതൊക്കെ ത്രികോണം എടുക്കാം? ABD ത്രികോണം ABD എടുക്കാം. പിന്നെ ത്രികോണം ACD. ഈ രണ്ട് ത്രികോണം നോക്കും. ആ ത്രികോണത്തിൽ 30 ഉണ്ട്, ഇവിടെ 30 അല്ലെ? ഇവിടെ 30. 60 ഉണ്ട്, ഇവിടെ 60. 90 ഉണ്ട്, 90. ഈ രണ്ട് ത്രികോണത്തിലെ കോണുകൾ 30 60 90 ഡിഗ്രി വീതമാണ്. അതുകൊണ്ട് ഈ ത്രികോണങ്ങൾ സദൃശ ത്രികോണങ്ങൾ. ഈ വലിയ ത്രികോണം നോക്കാം. വലിയ ത്രികോണം ABC. അതിലൊരു കോണം അവിടെ 30, ഒരു കോൺ ഇവിടെ 60. ഇത് മുഴുവൻ അതിന്റെ മൂന്നാമത്തെ കോണം എത്രയാണ്? അതിന്റെ കോണുകളും 30 60 90 ആണ്. അപ്പൊ ത്രികോണം ABCയുടെ കോണുകളും 30 60 90 ആണ്. ഇതിന്റെ കോണുകളും 30 60 90, ഇതിന്റെ 30 60 90, ഇതിന്റെ കോണുകളും 30 60 90 ആണ്. അതുകൊണ്ട് ഈ 3 ത്രികോണങ്ങൾ എന്താണ്? സദൃശമാണ്. പൈതഗോറസ് സിദ്ധാന്തം. എന്താണ് പൈതഗോറസ് സിദ്ധാന്തം? ഒരു കോൺ 90 ഡിഗ്രി ആയ ത്രികോണത്തിന്റെ പേരാണ് മട്ട ത്രികോണം അല്ലെ? ഈ കോൺ 90 ഡിഗ്രിയാണ്. ത്രികോണം ABCയിൽ കോൺ A സമം 90 ഡിഗ്രിയാണ് എന്ന് പറയുന്നത് മട്ട ത്രികോണം. മട്ടക്കോൺ ഉണ്ടാവും മട്ട ത്രികോണത്തിൽ അല്ലെ? ഈ മട്ടക്കോണെതിരെയുള്ള വശത്തെ കർണം എന്നാണ് പറയാം. എന്താ പറയാ? ഈ രണ്ട് വശങ്ങളെ ലംബ വശങ്ങൾ എന്ന് പറയാം. എന്നാൽ ഇവർ തമ്മിലാണ് 90 ഉണ്ടാക്കുന്നത്. ഇത് 90 ഉണ്ടാക്കുന്ന രണ്ട് വരകളാണ് ഇത് വരും. ഈ വരക്ക് 90-ൽ ഒരു റോഡും, ഈ വരയും ചേർന്നുണ്ടാകുന്ന കോണാണ് ഇത് 90 ഡിഗ്രി എന്നത്. അതുകൊണ്ട് ലംബ വശങ്ങൾ എന്ന് പറയും. പറഞ്ഞാൽ ലംബം ഉണ്ടാക്കുന്ന വശം. ഇതിനെ പാദം എന്നും ഇതിനെ ലംബം എന്ന് വിളിക്കും. ഈ വശം പാദം, താഴെ നമുക്ക് പാദം എന്ന് വിളിക്കാം. ഇത് ലംബം. ഓക്കെ. പാദം ലംബം കർണം എന്നാണ് ലംബ വശങ്ങൾ. ഓക്കെ. ലംബ വശങ്ങളാണ് പാദവും കർണവും ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇത് കർണം. പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു മട്ട ത്രികോണത്തിന് കർണത്തിന്റെ വർഗം മറ്റു രണ്ട് വശങ്ങളുടെ വർഗത്തിന്റെ തുകക്ക് തുല്യമായിരിക്കും. ഇതാണ് പൈതഗോറസ് സിദ്ധാന്തം. ഇതിന്റെ സ്ക്വയറും കൂട്ടിയാൽ അതിന്റെ സ്ക്വയർ വരും. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമമാണ് കർണം സ്ക്വയർ. ഇതാണ് പൈതഗോറസ് സിദ്ധാന്തം. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. പാദം സ്ക്വയർ ലംബം സ്ക്വയർ കൂട്ടിയാൽ കർണം സ്ക്വയർ. ഇത് മട്ട ത്രികോണത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ വരുന്നതിനാണ് എന്താ പറയാ? പൈതഗോറസ് സിദ്ധാന്തം. ഏത് മട്ട ത്രികോണത്തിലും പാദവും ലംബവും കർണവും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എതിരെ വരുന്നതാണ് കർണം. ഇതായിരിക്കും ഏറ്റവും വലിയ വശം. ഒരു മട്ട ത്രികോണത്തിൽ ഏറ്റവും വലിയ വശം, വലിയ കോണിലുള്ള വശം, വലിയ വശം. 90-ൽ കൂടുതൽ വശമുള്ള കോണുള്ള വേറെ കോണുകൾ ഉണ്ടാവില്ല. 90-ആണ് ഏറ്റവും വലിയ കോണിൽ. അതുകൊണ്ട് ഇതിന് ഏറ്റവും എതിരെ വരുന്നത് കർണമാണ്. ഇതിന്റെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിയത്. ഇതാണ് ചെറുതുകളില്ല. ഞങ്ങൾ പാദം ചെറുത്, ലംബം അതിനേക്കാൾ വലുത്. ഇവിടെ കണ്ടോ? പാദമാണ്, അതിനേക്കാൾ ചെറുതാണ് ലംബം. കർണം എപ്പോഴും ഇതാണ് 90 ഡിഗ്രി. ഇതാണ് കർണം. ഇത് പാദം, ഇതിലാണ് പാദം വലുത്. ഇവിടെ പാദം, ഇതിലാണ് പാദം വലുത്. ഇവിടെ ലംബം ചെറുത്. ഇവിടെ അങ്ങനെയല്ല, പാദം ചെറുത് ലംബം വലുത്. ചിലപ്പോ രണ്ടും തുല്യവും. ആരൊക്കെ? പാദവും ലംബം. കർണം എപ്പോഴും 90-നെതിരാണ്. കർണം എപ്പോഴും വലുത്. ഇപ്പൊ പാദം ലംബം തുല്യമായിരിക്കും. കണ്ടാ? ചിലപ്പോ തുല്യമാവില്ല. ഏതൊന്ന് വലുതും ചെറുതും. ഇത് കർണമാണ്. മട്ടക്കോണെതിരെ വരുന്നത് കർണം. ഒരു മട്ട ത്രികോണത്തിലെ ഏറ്റവും വലിയ വശം കർണം. ബാക്കി രണ്ട് വശങ്ങളെ പാദലംബം എന്ന് പറയാം. പാദം വലുതാണ് ചിലപ്പോ കർണം വൈകരം വലുതുണ്ടാവുക. ചിലപ്പോ കുറവോട് മാറി കേട്ടോ. എന്തായാലും ഇവരുടെ സ്ക്വയർ വലുതല്ലാത്ത രണ്ടാമത്തെ സ്ക്വയർ കൂടിയാൽ വലുതൊരു സ്ക്വയർ. പാദം സ്ക്വയർ ലംബ സ്ക്വയർ കൂടിയാൽ കർണം സ്ക്വയർ. ഇതാണ് പൈതഗോറസ്. ഇനി പൈതഗോറസിന്റെ വിപരീതം. അതാണ് ഒരു ത്രികോണത്തിൽ ഒരു വശത്തിന്റെ വർഗം മറ്റു രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുകക്ക് തുല്യമാണ്. ആദ്യത്തെ വശത്തിന്റെ എതിരെ വരുന്ന കോൺ മട്ട കോണായിരിക്കും. അതൊരു മട്ട ത്രികോണേക്കാണ്. ഇതാണ് പൈതഗോറസ് സിദ്ധാന്തത്തിന്റെ വിപരീതം. ഓക്കെ. ഇപ്പോൾ നോക്കാം. 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ
ഈ മൂന്നാളുകൾ കൊണ്ട് ത്രികോണം വരച്ചു. എങ്ങനെ ത്രികോണം വരക്കാം? ഒരു വശം വരക്കുക, ബാക്കി രണ്ട് കോമ്പസിൽ വരക്കാം. മൂന്നേത് വരക്കാം. ആദ്യം 5 സെന്റിമീറ്റർ വെച്ചോ, 5 വെച്ചു. കോമ്പസിൽ 3 എടുക്കുക, 4. ഇത് നമ്മൾ എന്ത് വരച്ചു? ഇത് 3 ഇത് 4 ത്രികോണം. ഇത് ഏറ്റവും വലുതാണ്. ഈ വശത്തിന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ എത്ര നോക്കുക? 9. 4ന്റെ സ്ക്വയർ എത്ര? 16. 5ന്റെ സ്ക്വയർ 25. 3ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ കൂട്ടിയാൽ 16 1 കൂട്ടിയാൽ 25 അല്ലേ? ഇതിന്റെ സ്ക്വയർ കൂട്ടിയാൽ ഇതിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ട് അല്ലേ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 25 ആണ്. അത് 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 3ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ കൂട്ടിയാൽ 5ന്റെ സ്ക്വയർ ഉണ്ട്. രണ്ട് സംഖ്യയുടെ സ്ക്വയറുകൾ കൂട്ടിയാൽ വേറൊരു സംഖ്യയുടെ സ്ക്വയർ കിട്ടണമെങ്കിൽ ഈ 3 സംഖ്യകൾ കൊണ്ടുണ്ടാക്കുന്ന ത്രികോണം മട്ട ത്രികോണമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് മട്ട ത്രികോണമാണ്. ഇത് കർണം. ഇത് 90 ഡിഗ്രി. കാരണം ഇത് 90 ഡിഗ്രി. ഓക്കെ. ഇനി 3 4 5 മാത്രല്ല, ഒരുപാട് സംഖ്യയുണ്ട് മട്ട ത്രികോണമാക്കുന്നത്. ഇതിനൊക്കെ ഇരട്ടി എടുത്തോക്കാം. 6ഉം 8ഉം 10ഉം. 6 8 10. ഇതുകൊണ്ട് ത്രികോണം വരച്ചാൽ മട്ട ത്രികോണം. കാരണം ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂട്ടിയാൽ അതിന്റെ സ്ക്വയർ ആവുന്നുണ്ട്. 6ന്റെ സ്ക്വയർ 36, 8ന്റെ സ്ക്വയർ 64. കൂട്ടി നോക്കാം. ചെറുത് രണ്ടും കൂട്ടണ്ടോ? അതല്ല, ഏറ്റവും ചെറുത് 10 -1 ഇല്ലേ? ഇതിന്റെ സ്ക്വയർ കൂട്ടിയപ്പോൾ 100 കിട്ടി. 10ന്റെ സ്ക്വയർ. അതുകൊണ്ട് 6 8 10 മട്ട ത്രികോണത്തിന്റെ വശം. അതുകൊണ്ട് ത്രികോണം വരച്ചാൽ എന്തായാലും ഈ രണ്ട് വശങ്ങൾ കൂടി ചേർന്ന് കോണ് 90 ഡിഗ്രി മട്ടകോണം. ഇത് കാരണമായിരുന്നു. ഇതിനൊക്കെ 3 ഉച്ചക്കാം. ശരിയാവും. 3 കൊണ്ട് 3 കൊണ്ട് 3 കൊണ്ട് ഇതിനെ 3 മടങ്ങി 9. 3 ഉച്ചക്കാം 12. 3 ഉച്ചക്കാം 12. ഈ രണ്ടത്തിന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയർ 81, 12ന്റെ സ്ക്വയർ 154. കൂട്ടി നോക്കാം. 205 സ്ക്വയർ. ഇനി ഇതിനൊക്കെ പകുതി ഇട്ടേക്കാം. 1.5 2 2. 3 4 5 അതിന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ പൈതഗോറസിന്റെ സൈൻ. അവർ മാത്രമല്ല വേറെ ഉണ്ട് കേട്ടോ. 5 12 13. 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144, 13 169. ഇത് കൂട്ടിയേക്കാം 9 6 കേട്ടാ. 5ന്റെ സ്ക്വയറും 12ന്റെ സ്ക്വയറും കൂട്ടിയാൽ 13ന്റെ സ്ക്വയർ. അതുകൊണ്ട് 5 12 13 കൊണ്ട് ഉണ്ടാക്കുന്ന ത്രികോണം മട്ട ത്രികോണമായിരിക്കും. അതിൽ 13 ആണ് ഏറ്റവും വലുത്. 13 ആണ് കാരണം 13 എതിരെ വരുന്ന കോൺ മട്ടകോണായിരിക്കും. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മട്ട ത്രികോണത്തിൽ മട്ടകോൺ ഉൾക്കൊള്ളുന്ന വശങ്ങൾ 5 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും എങ്കിൽ ആ മട്ട ത്രികോണത്തിന്റെ കർണത്തിന് നീളമുണ്ട്. കർണത്തിന് നീളം കാണാം. അതാണ് കാണുന്നത്. ഓക്കെ. മട്ടകോൺ ഉണ്ടാക്കുന്ന രണ്ട് വശങ്ങളാണ് തന്നിരിക്കുന്നത് 5ഉം 12ഉം. ഒന്ന് നമുക്ക് 5 കൊടുക്കും. അതല്ലേ ചെറുത് 5. ഇതിന് 12 കൊടുക്കും. ABC കണ്ടുപിടിക്കേണ്ടത് കർണം BC ആണ്. തുടങ്ങല്ലേ നമുക്ക്? നമുക്കറിയാം പൈതഗോറസ് സിദ്ധാന്തം പ്രകാരം പാദം സ്ക്വയർ ലംബ സ്ക്വയർ കൂട്ടിയ കർണം സ്ക്വയർ അല്ലേ? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. എത്ര പാദം സ്ക്വയർ? പാദം 5 സ്ക്വയർ പ്ലസ് ലംബം 12 സ്ക്വയർ. 5ന് 25 ആണ്. 12 144. കൂട്ടിയാൽ 169. എന്താ കിട്ടിയത്? കർണമല്ല 169, കർണം സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കർണം കാണാം. കർണം സമം 169ന്റെ റൂട്ട്. 169ന്റെ റൂട്ട് 169. ഇത് ഇതിന്റെ സ്ക്വയർ നോക്കിയാണ് 13. അപ്പൊ കിട്ടി കർണം. ഈ വശത്തിലേക്കും 13 സെന്റിമീറ്റർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ നീളം 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററുമാണ് എങ്കിൽ ആ ചതുരത്തിന്റെ വികരണത്തിന്റെ നീളം എന്താണ്? ഒരു ചതുരം ഇതാ ABC. ഇതാണ് വികരണം. ഇത് വികരണം നമ്മൾ പഠിച്ചു. വശങ്ങൾ ചതുരത്തിന്റെ നീളങ്ങൾ രണ്ടെണ്ണം. 2 നീളമോ 2 വീതിയോ അല്ലെ? നീളം ഇതിൽ ഏതായിരിക്കും? 8 വലുതല്ലേ? വീതിയാണ്. ഇത് രണ്ടും 8 സെന്റിമീറ്റർ ആണ്. ഇത് 2 6 സെന്റിമീറ്റർ. 8 ആണ് ഇത് രണ്ടും. ഇത് രണ്ടും 6. ചോദ്യം വികരണത്തിന്റെ നീളം എത്രയാണ്? ഇത് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇത് കണ്ടാലും മതി കേട്ടോ. നമുക്ക് ഈ ത്രികോണം ഏതാ ത്രികോണം? ABC. ത്രികോണം ABC. ഈ കോണൊക്കെ 90 ഡിഗ്രി. ചതുരത്തിന്റെ എല്ലാ കോണുകളും 90 ഡിഗ്രി. അതുകൊണ്ട് കോൺ ബി എത്രയാണ്? 90 ഡിഗ്രി.
ത്രികോണം എ ബി സിയിൽ കോൺ ബി ആണ് എത്ര ഡിഗ്രിയാ 90. അപ്പൊ ത്രികോണം എ ബി സി എന്താണ്? മട്ട ത്രികോണം അല്ലെ? മട്ട ത്രികോണാണെങ്കിൽ നമുക്ക് അവിടെ പൈതഗോറ സിദ്ധാന്തം യൂസ് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. ഇത് മത്സ്യമാണ്. ഇവിടെ ത്രികോണം എ ബി സി ആണ്. ഇത് 90, ഇത് പാദം, ഇത് ലംബം. ഇതാണ് കാണുന്നത്. ഇതിന്റെ സ്ക്വയർ കൂടെ സ്ക്വയർ അല്ലേ? നമുക്ക് എ സി ആണ് കാണുന്നത് അല്ലേ? കർണം സ്ക്വയർ സമം എ സി അല്ലെ കർണം സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. ബി സി സ്ക്വയർ ആകുമ്പോൾ 8a സ്ക്വയർ, എ ബി സ്ക്വയറോ 6a സ്ക്വയർ. 8ന്റെ സ്ക്വയർ 64 ആണ്, 6ന്റെ 36, 36ഉം 64ഉം കൂട്ടി 100. എ സിന്റെ സ്ക്വയർ 100 ആണ്, ഇതിന്റെ സ്ക്വയർ 100 ആണ്, ഇതല്ലേ 100, ഇതിന്റെ സ്ക്വയർ 100 ആണ്. അപ്പൊ എത്ര ഉണ്ടാവും? ആറ് സ്ക്വയർ 100, 10ന്റെ. അപ്പൊ എ സി എത്ര ഉണ്ടാവുക? 10. എ സി സ്ക്വയർ 100 ആണെങ്കിൽ എ സി എങ്ങനെ കാണാം? റൂട്ട് ഓഫ് 100, 100ന്റെ റൂട്ട് എടുക്കുക, എത്ര? 10. അപ്പൊ വികരണം നീളം കിട്ടിയ എത്ര? 10. ഈ വികരണം 10 ആണ് കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ക്വസ്റ്റ്യൻ. ഓക്കെ.